ശരിക്കും മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഭയങ്കര ബ്രേക്ക് ആയിട്ട് വന്നത് വരണേ ആവശ്യമുണ്ട് എന്നുള്ള ബ്രേക്ക് അങ്ങനെയല്ല, ഈ സൗണ്ട് കേൾക്കുമ്പോൾ ഈ ചേച്ചിയാണ് ബാക്കിയുള്ളവർക്കും സൗണ്ട് കൊടുത്തിരുന്നത് എന്നുള്ളൊരു ഭയങ്കര റിയലൈസേഷൻ ആണ്. പക്ഷെ അത് എനിക്ക് ഭയങ്കര ഒരു ദോഷം ചെയ്തു. കാരണം ഞാൻ അഭിനയിച്ചത് ഞാൻ തന്നെ ഡബ് ചെയ്തു. അപ്പം ഡയറക്ടർ അനൂപ് പറഞ്ഞിരുന്നു കുറച്ച് നല്ല വ്യത്യാസപ്പെടുത്തി ചെയ്യണം ചേച്ചി, കാവ്യ വരരുത്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ മാക്സിമം ഞാൻ ബേസ് ഇട്ടിട്ടാണ് ഡബ് ചെയ്തത്. പക്ഷേ അതൊന്നും വർക്കൗട്ട് ആയില്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി ഞാനാണെന്നുള്ളത്. പക്ഷേ അവർ പറഞ്ഞത് കമൻസ് ഒക്കെ ഞാൻ വായിച്ചു കുറച്ച്. ഇങ്ങനെ എന്തിനാണ് ഈ അമ്മച്ചിക്ക് പിന്നെ കാവ്യമാധവൻ്റെ ശബ്ദം, എന്തിനാണ് കാവ്യക്ക് ഡബ് ചെയ്യുന്ന ആളെ കൊണ്ട് ഈ തള്ളയ്ക്ക് ജയിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതെനിക്കൊരു പക്ഷേ ശരിക്കും ക്രെഡിറ്റ് ആയിട്ട് എടുക്കണ്ടേ, ഈ പ്രായത്തിലും അത്ര ചെറിയ സൗണ്ടാണ് എനിക്ക്. അതൊക്കെ പക്ഷേ ഇപ്പം അടുത്ത പടത്തിലൊക്കെ അഭിനയിക്കാൻ വിളിക്കുമ്പോൾ അവർ ആദ്യം പറയുന്നതാ, ചേച്ചി ഞങ്ങൾ വേറെ ആരെ കൊണ്ടെങ്കിൽ ഡബ് ചെയ്യിച്ചോട്ടെ. ഞാൻ പറഞ്ഞു അയ്യോ പ്ലീസ് അങ്ങനെ ചെയ്ത് ഞാൻ തന്നെ ചെയ്യാം, ഞാൻ എങ്ങനെയെങ്കിലും വോയിസ് മാറ്റിയിട്ടൊക്കെ ചെയ്യാം എന്ന് അങ്ങനെ പറയുന്ന ഡയറക്ടേഴ്സ് ഉണ്ട് ഇപ്പം. കാരണം ഇപ്പോൾ കാവ്യയെ പോലെ തോന്നിക്കരുതല്ലോ. അതിങ്ങനെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുമ്പോൾ അത് കാവ്യയുടെ ഒരു നേച്ചർ അതിൽ വരുന്നുണ്ട്. അതാണ് മറ്റേ കാവ്യയുടെ വോയിസ് എൻ്റെ അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം ഡബ് ചെയ്തിരിക്കുന്നതും കാവ്യ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ട്. പക്ഷെ അവരുടെ വേ ഓഫ് ടോക്കിംഗ് അവളെപ്പോഴും ഭയങ്കര ഫ്രീ ആയിട്ട് സംസാരിക്കുന്ന ഒരു ഇതല്ല, പോളിഷ്ഡ് ആയിട്ട് അങ്ങനെ ഒരു ക്യാരക്ടർ അവർ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാത്തിലും അവർ വളരെ നാച്ചുറൽ ആയിട്ടുള്ള പ്രസൻറ്റേഷൻ. അപ്പം അത് ഞാൻ അങ്ങനെ പറഞ്ഞാലല്ലേ അതിൽ കാവ്യ പറയുന്ന പോലെ തോന്നും. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ അങ്ങനെ സംസാരിക്കുമ്പോൾ അങ്ങനെ. അതെ അതെ. അയ്യോ എന്തൊക്കെയുണ്ട് കൊച്ചുണ്ടേട്ടാ കായംകുളത്തെ വിശേഷങ്ങള്? അച്ഛാ ദേ കായംകുളം കൊച്ചുണ്ടേട്ടൻ വന്ന് വീണിട്ടുണ്ട് കേട്ടോ. മരപ്പട്ടി എന്താ രസം കാണാൻ. പക്ഷെ എനിക്ക് തോന്നുന്നു അതൊരു വലിയ ക്രെഡിറ്റ് ആണ്. കാരണം ഈ പ്രായത്തിലും എന്റെയൊക്കെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഫോണിലൊക്കെ കേൾക്കുമ്പോൾ ആളുകൾ പറയും ഭയങ്കര പ്രായമുള്ള ആളുടെ സൗണ്ട്. അതൊന്നുമില്ല നല്ല സൗണ്ട്. എനിക്ക് തോന്നുന്നു ശാലിനിയുടെ വോയിസ് ചെയ്തത് ബേബി ശാലിനി ആയിരുന്നപ്പോഴും വലുതായിരുന്നപ്പോഴും ശാലിനിക്ക് വേണ്ടി ചേച്ചി തന്നെ വോയിസ് കൊടുക്കണം എന്ന് ഫാസിൽ സാറിനൊരു നിർബന്ധമായിരുന്നു. അല്ല ഫാസിൽക്കയുടെ നിർബന്ധം കൊണ്ട് ചെയ്തതല്ല അത്. ചെറുപ്പത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ശാലിനി ഹീറോയിനായിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു പുതിയ വോയിസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നായിരുന്നു ഫാസിൽക്കയുടെ ആഗ്രഹം. അങ്ങനെ കുറേ പേര് അവർ ടെസ്റ്റ് ചെയ്തിരുന്നു. ഈവൻ സിംഗേഴ്സിനെ വരെ വെച്ചിട്ട് നോക്കണം എന്നുള്ള അഭിപ്രായത്തിലൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ആരോ പറഞ്ഞു ഇല്ല ഒന്ന് ശ്രീജയെ വെച്ചിട്ടൊന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചിട്ട് ഒരു ടെസ്റ്റാണ് ആദ്യം എടുത്തത്. അപ്പോൾ ഫാസിൽക്കൊക്കെ ഇഷ്ടമായി. ഓക്കെ എന്നാൽ ഇത് വെച്ച് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ എനിക്ക് കിട്ടിയൊരു ഒരു വരമാണ്, ഒരു ബോണാണ് അത്. അതിൽ തന്നെ എനിക്ക് അവാർഡും കിട്ടി. എപ്പോഴെങ്കിലും ശാലിനി ഇൻ പേഴ്സൺ വിളിച്ച് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടോ? കാരണം നേരിട്ട് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആർട്ടിസ്റ്റുകളൊക്കെ ഓഡിയൻസസൊക്കെ എൻ്റെ ഫാൻസൊക്കെ വിളിച്ചിട്ട് ശാലിനി തന്നെയാണ് ഡബ് ചെയ്തതെന്നാണ് വിചാരിച്ചതെന്നൊക്കെ പറയാതെ, തമിഴിൽ പ്രത്യേകിച്ച്. അല്ല ഇപ്പം ഇത് അല്ലാതെ ബാക്കി എല്ലാ ഫിലിംസും ശബ്ദമാണ്. അപ്പം അങ്ങനെ ഫാൻസ് അസോസിയേഷൻ എന്നൊക്കെ എനിക്ക് ലെറ്റർ വന്നിട്ടുണ്ട്, ശാലിനി ഫാൻസ് അസോസിയേഷൻ എന്ന്. ഇങ്ങനെ നിങ്ങൾ തന്നെ ഞങ്ങളുടെ മാഡത്തിന് ചെയ്യണം, വളരെ നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒരു ഭയങ്കര ക്രെഡിറ്റ് അല്ലേ. അതുപോലെ തന്നെ തല അജിത്ത് വന്നിട്ട് ഒരു വട്ടം എൻ്റെ വൈഫിന് ചെയ്തതിന് ഭയങ്കര താങ്ക്സ്. അതും അവരുടെ കല്യാണം കഴിയുന്നതിന് മുന്നേ ആയിരുന്നു. അതെ അതെ അതെ. ആ ഒരു എക്സ്പീരിയൻസ് ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് അല്ലേ അജിത്തിന്റെ കൂടെ വേതാളത്തില്? എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അജിത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡൗൺ ടു എർത്ത് പേഴ്സൺ ആണ്. അത് ഞാൻ ശരിക്കും ആ പടത്തിൽ അഭിനയിക്കാൻ പോകുമ്പോൾ അദ്ദേഹം ഒരു സ്ട്രെച്ചറിൽ കിടന്നിട്ട് ഇങ്ങനെ എന്തൊരു ആക്സിഡൻറ്റ് സീൻ എന്തോ കഴിഞ്ഞിട്ട് സ്ട്രെച്ചറിൽ കിടന്ന് ഹോസ്പിറ്റലിലേക്ക് വരുന്ന പോലെ ഒരു ഷോട്ടാണ്. അപ്പം ഞാൻ അതിൽ നേഴ്സാണ്. അപ്പം ഞാനിങ്ങനെ വരുമ്പോൾ എന്നെ കണ്ടിട്ട് അദ്ദേഹം ഒരു കയ്യിൽ കോഫി എന്തോ വെച്ചിട്ട് കുടിക്കുന്നുണ്ട്. അത് കാരണം ഈ കയ്യിൽ ഇങ്ങനെ കെട്ടിട്ടിട്ടുണ്ട്. എനിക്ക് കൈ തരാൻ പറ്റാത്തതുകൊണ്ട് ഹലോ മാഡം എന്തോ വിളിച്ചിട്ട് ഇങ്ങനെ ഈ കൈ തരാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് എന്നെ വിഷ് ചെയ്തിരുന്നു. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് വല്ലാതൊരു അതല്ല, അങ്ങനെയൊക്കെ വലിയൊരു സ്റ്റാർ അല്ല അദ്ദേഹം. ആ കിടന്നിടയ്ക്കുന്ന ഇങ്ങനെ എണീറ്റിട്ട് ഒരു കയ്യിൽ കപ്പ വരെ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു അല്ലേ, അങ്ങനെ കൈ തരാൻ പറ്റാത്തൊരു ഫീലായിരുന്നു. അങ്ങനെ അദ്ദേഹമൊക്കെ അങ്ങനെ എണീറ്റ് നമ്മളാര്
അത്രയ്ക്കും ഡൗൺ ടു എർത്ത് പേഴ്സൺ ആണ്. റെക്കഗ്നൈസ് ചെയ്തായിരുന്നു ചേച്ചി തന്നെയാണ്, കാരണം ആദ്യം കാണുന്നത് പണ്ടത്തെ ആ മൂവി ശാലിനിയുടെ ചെയ്യുമ്പോഴാണ്. അതെ, അത് പക്ഷേ എനിക്കൊന്ന് ഡയറക്ടേഴ്സ് ആരോ പറഞ്ഞിട്ടുണ്ടാവും ഞാനാണെന്നുള്ളത് പറഞ്ഞാണ്. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കാണുമ്പോൾ ഓർമ്മിക്കാനുള്ള ബന്ധമൊന്നും ഇല്ലല്ലോ, എപ്പോഴോ കണ്ടതല്ലേ. അങ്ങനെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ്. അതെ, വേറെ ആരൊക്കെയാണ് ഇങ്ങനെ ഇൻ പേഴ്സൺ വിളിച്ചിട്ട് താങ്ക്സ് പറഞ്ഞിട്ട് ഇപ്പോഴും ചേച്ചിക്ക് അത് ഭയങ്കര ഹാപ്പിനെസ് ആയിട്ട് ഓർത്തിരിക്കുന്നത്? റോമ പറയാറുണ്ട്, ഫസ്റ്റ് പടം തൊട്ട് ആ കുട്ടി എൻ്റെ അടുത്ത് വളരെ സന്തോഷമായിട്ട് പറയാറുണ്ട്. ഇപ്പം അടുത്ത് അഭിനയിച്ച പടത്തിലും ചേച്ചി എന്നെ ചെയ്യണമെന്നും വിളിച്ച് പറഞ്ഞിരുന്നു, ഇത് വെള്ളയപ്പോ അങ്ങനെ എന്തൊരു പടത്തില്ല. പക്ഷെ അത് വേറെ ആരോ ചെയ്തത്. ആ കുട്ടിയുടെ ഒരു ആഗ്രഹം അങ്ങനെ ആയിരുന്നു. ഒരുപാട് താങ്ക്സ് ഒക്കെ എപ്പോഴും വിളിച്ച് പറയാറുണ്ട്. പിന്നെ മിത്ര കുര്യൻ വിളിക്കാറുണ്ട് സന്തോഷം പറയാൻ വേണ്ടിയിട്ട്. പിന്നെ ഗോപിക വിളിച്ചിട്ടുണ്ട്. വേറെ കാവ്യ ഇപ്പം അടുത്ത സമയത്തൊക്കെ, അടുത്തല്ല മറ്റേ വെള്ളരി പ്രാവിൻ്റെ ചങ്ങാതിക്ക് ആ സമയത്തൊക്കെ വിളിച്ച് താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് പേരങ്ങനെ തമിഴിൽ ദേവയാനി, സുവലക്ഷ്മി, അവരൊക്കെ അങ്ങനെ പറയാം. ഒരു ഏറ്റവും വന്ന ഒരു ക്യാരക്ടറിൽ ഏറ്റവും അധികം ഹാപ്പിനെസ് തോന്നിയ ഒരു ക്യാരക്ടർ, അതായത് എനിക്കിത് ചെയ്യാം, അതായത് ആ ഒരു ഓഫർ കിട്ടിയല്ലോ എന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നും പ്രത്യേകിച്ച് അങ്ങനെ ഓർമ്മയില്ലല്ലേ. എന്താ അറിയോ, നമ്മളിതൊരു ജോലിയായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷെ എന്നാലും അതൊരു കലയാണ്. അത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു സാൻസ്ക്രിറ്റ് ഫിലിം തയ, അത് ചെയ്യാൻ പറ്റിയല്ലോ എന്ന് എനിക്കിപ്പോൾ ഭയങ്കര ഒരു സന്തോഷമുണ്ട്. കാരണം ചിലപ്പോൾ എല്ലാ ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾക്കും ആ ഒരു ഓഫർ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ എനിക്കങ്ങനെ ഒരു ബൂൺ കിട്ടിയല്ലോ, ആ ഒരു അവസരം എനിക്ക് കിട്ടിയതിൽ എനിക്ക് പറയാൻ പറ്റിയ ആ ഡയറക്ടറും ആ ടീമും ഒരുപാട് അഭിനന്ദിച്ച് എന്നോട് പറഞ്ഞു വളരെ നന്നായിട്ടുണ്ടെന്നൊക്കെ. അപ്പോൾ അതിപ്പോൾ ഫെസ്റ്റിവലിലൊക്കെ 1-2 സ്ഥലത്ത് പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് നമുക്കറിയാത്തൊരു ഭാഷ ആ നായികയ്ക്ക് വേണ്ടി ഡബ് ചെയ്ത് അവർക്ക് തൃപ്തിയാണെന്ന് പറയുന്നത്, അതുമല്ല ഇപ്പോൾ ഈ ഒരു അടുത്ത സമയത്ത് എനിക്കത് ഭയങ്കര അതിലൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ചേച്ചിയുടെ ലൈഫിൽ എന്താണ് സക്സസ്, അതായത് ചേച്ചി ഫീൽ ചെയ്തിട്ടുള്ളത്? ഇപ്പം ഈ ഇരിക്കുന്നത് തന്നെയാണ് സക്സസ് അല്ലേ. ഇത്രയും കാലം ഇന്നും ഇപ്പം 45 വർഷം ഫീൽഡിലായിട്ടും ഇന്നും എനിക്ക് ഇപ്പം അടുത്ത് ഞാൻ ശ്യാം സിംഗ് റോയ് എന്ന് പറഞ്ഞ പടത്തിൽ സായി പല്ലവിക്ക് വേണ്ടി ഡബ് ചെയ്തു. ഇപ്പോഴും വേറെ ഒരു പടം ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി. അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ ഫീൽഡിൽ തന്നെ ഇപ്പോഴും നിൽക്കാൻ പറ്റുന്നെന്നുള്ളത് തന്നെയാണ് ഒരു കണക്കിന് സക്സസ് തന്നെ. ഇപ്പോൾ ലെഗസി കീപ്പ് ചെയ്യാണ് ചേച്ചിയുടെ അമ്മ, ചേച്ചിയുടെ മകള്, എല്ലാവരും ഒരു ലെഗസി കീപ്പ് ചെയ്ത് പോവാണ്. അപ്പം മോൾ ആദ്യമായിട്ട് ഡബ് ചെയ്യുമ്പോൾ എന്ത് ടിപ്പാണ് കൊടുത്തത്? ടിപ്പ് എന്ന് പറയാനില്ല, മോൾ ആദ്യം 1.25 വയസ്സിലാണ് ആദ്യം അവൾ മൈക്കിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അതായത് ഒരു പരസ്യം തൊട്ടാച്ചെനിങ്ങി എന്ന് പറഞ്ഞ പടത്തിൽ ഞാൻ ദേവയാനിക്ക് ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റേഡിയോ ആഡ് ഞാൻ പറയാൻ പോയപ്പോൾ രവിയേട്ടൻ മോളെ ഇങ്ങനെ എടുത്തിട്ട് കൺസോളിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ സ്പാൻ വിഷൻ വഴങ്ങും തൊട്ടാച്ചിനിങ്ങി എന്ന് പറയണം. ഞാനതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവള് കൺസോളിലിരുന്നിട്ട് തൊട്ടാച്ചിനിങ്ങി എന്നിങ്ങനെ പറയുന്ന അവളുടെ വോയിസിൽ. അപ്പോൾ ഡയറക്ടർ അധിയമാൻ സർ അത് കേട്ടിട്ട് പറഞ്ഞു, മോളുടെ വോയിസിൽ കേൾക്കാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്, ഒന്ന് അവളെ കൊണ്ട് പറയിപ്പിക്കുമെന്ന് ചോദിച്ചു. അങ്ങനെ അവളെ മൈക്കിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഞാൻ തന്നെ ആദ്യമായിട്ട് പറയിപ്പിച്ചത് തൊട്ടാച്ചിനിങ്ങി. അപ്പോൾ അവൾ അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ ഓൺ എയർ വന്നത് സ്പാൻ വിഷൻ വഴങ്ങും, അതെൻ്റെ വോയിസിലും, തൊട്ടാച്ചിനിങ്ങി ഇത് മോളുടെ വോയിസിലും. അതായിരുന്നു അവളുടെ ആദ്യത്തെ ഇത്. പിന്നെ മോള് പടത്തിലേക്ക് ഡബ് ചെയ്യാൻ തുടങ്ങിയത് ആദ്യം വാനപ്രസ്ഥം, അതിൽ ലാലേട്ടൻ്റെ മോളായിട്ടൊരു ചെറിയ കുട്ടിയുണ്ട്. അന്ന് അവളും ചെറുതാണ്. അപ്പം അന്ന് അവളിരുന്നിട്ട് നമ്മളിങ്ങനെ പറയും, ഡയലോഗ് പറഞ്ഞു കൊടുക്കുമ്പോൾ പറയും. പക്ഷെ അവൾക്ക് അന്ന് ടേക്ക് പോകുമ്പോൾ റെഡ് ലൈറ്റ് കത്തും, തിയേറ്ററിൻ്റെ അകത്തും കത്തും വെളിയിലും കത്തും. ഞങ്ങൾക്കൊക്കെ റെഡ് ലൈറ്റ് കത്തുമ്പം പഠിച്ച ഡയലോഗ് പോലും മറന്നു പോകും. അതുവരെ കറക്റ്റായിട്ട് പറഞ്ഞ് മോണിറ്ററും കാര്യമൊക്കെ ടേക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ലൈറ്റ് ഇടുമ്പോൾ നമുക്ക് ഒരു പേടിയാണ്, അയ്യോ തെറ്റുമോ, അങ്ങനെയുള്ള ഒരു ഇതിൽ എൻ്റെയൊക്കെ സ്റ്റാർട്ടിങ്. പക്ഷെ മോൾക്ക് എങ്ങനെ വെച്ചാൽ റെഡ് ലൈറ്റ് ഇടാൻ പറയും. അവൾക്ക് അറിയില്ലല്ലോ, അതിട്ട് കണ്ടാലേ ഇവള് ഡയലോഗ് പറയും. അപ്പം അങ്ങനെ ഒരു ഇതായിരുന്നു. അന്ന് തന്നെ ഉച്ചയ്ക്ക് ശേഷം FIR എന്ന് പറഞ്ഞിട്ട് സുരേഷ് ഗോപിയേട്ടൻ അഭിനയിച്ച ഒരു പടമുണ്ട്. അതിൽ ഒരു മോള്, ആ കുട്ടിയുടെ പേരെനിക്ക് ഓർമ്മയില്ല, അതും ചെറിയൊരു മോളാണ്. ഇന്ദ്രജയുടെ മകളായിട്ട് ഇവരുടെ പേര് എൻ്റെ മകളായിട്ട്. അപ്പോൾ ഇന്ദ്രജയ്ക്ക് ഞാനായിരുന്നു ഡബ് ചെയ്തത്, മോള് അതിൽ ആ കുട്ടിക്ക് ഡബ് ചെയ്തു. അപ്പോൾ അതാണ് അവളുടെ ഡബ്ബിങ് തുടക്കം. പിന്നെ ഊട്ടി എന്ന് പറഞ്ഞിട്ടൊരു തമിഴ് പടം, ദുബായ് എന്ന് പറഞ്ഞിട്ടൊരു മലയാള പടം, അങ്ങനെ കുറച്ച്
മലയാള പടങ്ങൾ ചെറുപ്പത്തിൽ ഡബ് ചെയ്തത്. പിന്നെ അവൾ ടോട്ടലി ഇതിനകത്തില്ല. പഠിത്തത്തിന് തന്നെയായിരുന്നു കോൺസെൻട്രേഷൻ പോയത്. പിന്നെ അവൾ കോളേജിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്താണെന്ന് തോന്നുന്നു പിന്നെ സാട്ടെ എന്ന് പറഞ്ഞിട്ടൊരു തമിഴ് പടത്തിൽ അതിൽ മഹിമ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. +2 കുട്ടിയായിട്ട്. ആ കുട്ടിയാണ് അതിൽ നായിക പോലെ. അതിന് കുറേ കുട്ടികളെ വോയിസ് ടെസ്റ്റ് എടുത്തിട്ടൊന്നും അവർക്ക് സാറ്റിസ്ഫൈഡ് ആവാത്തതുകൊണ്ട് ആ സൗണ്ട് എഞ്ചിനീയർ ഒരു രാജശേഖർ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുണ്ട്. അവൻ പെട്ടെന്ന് ഓർത്തു ഇങ്ങനെ എനിക്കൊരു മകളുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ശരി ശ്രീജ മാമോട് പൊണ്ണ് ട്രൈ പണലാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മോളെ വിളിച്ചിട്ട് വോയിസ് നോക്കിയപ്പോൾ അവർക്ക് ഓൺ സ്പോട്ട് ഓക്കെ ആയി. അങ്ങനെയാണ് മോള് ഡബ്ബിങ്ങിലേക്ക്, അതാണ് എൻട്രി. പിന്നെ ഈ പടത്തിൽ ഡബ് ചെയ്തതിന് ശേഷമാണ് അവൾക്ക് കൂടുതലൊരു അതെ. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും അഡ്വൈസ് ഒക്കെ കൊടുക്കാറുണ്ടോ? എന്നോട് പറയും പിന്നെ ഇത്രയ്ക്കൊന്നും ഇമോട്ട് ചെയ്യണ്ട. അന്നൊക്കെ ഭയങ്കര ഫീലിങ്സ് ഇമോഷനൊക്കെ ജാസ്തിയല്ലേ നമ്മുടെ പീരീഡിൽ, കുറച്ച് ഡ്രാമയാന്നൊക്കെ പറയും ആ ഒരു ജനറേഷനിൽ. അപ്പോൾ ഇപ്പോൾ അത്രയൊന്നും കൊടുക്കുന്ന അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇവരൊന്നും വലിയ ഇമോട്ട് ചെയ്യാതെയൊക്കെയാണ് പറയാം. അപ്പം ഞാൻ പറയും കുറച്ചുകൂടി ഇമോഷൻ വേണം. അപ്പോൾ പറയാം അമ്മ അതൊക്കെ പഴയ സ്റ്റൈലാണ്, ഇപ്പം അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെയെല്ലാം കുറച്ച് ഇങ്ങോട്ടും വേണം. അങ്ങോട്ട് എന്തൊക്കെ അഡ്വൈസ്? അങ്ങോട്ട് അഡ്വൈസ് കൊടുക്കുന്നത് എന്താ വെച്ചാൽ കറക്റ്റായിട്ട് ചെയ്യണം, കോൺസെൻട്രേറ്റ് ചെയ്യണം, ഡെഡിക്കേറ്റഡ് ആയിരിക്കണം ആ ചെയ്യുന്ന ജോലിയിൽ. പിന്നെ പേഷ്യൻസ് വേണം. എത്ര പ്രാവശ്യം ഡയറക്ടറായാലും അസിസ്റ്റൻസ് ആയാലും എൻജിനീയർ ആണെങ്കിലും ആര് പറഞ്ഞാലും അത് നമ്മൾ ടെൻഷൻ ആവാതെ വർക്ക്ഡപ്പ് ആവാതെ ക്ഷമയിൽ അത് കറക്റ്റായിട്ട് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കാറാണ്. അല്ലാതെ ഒന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല. അവൾ ഇൻബോൺ ആ ഒരു ജീൻ ഉണ്ട് അവൾക്ക്. ഈ ഒരു അഡ്വൈസ് തന്നെയാണോ ഇനിയുള്ള വോയിസ് ആക്ട്രസിനൊക്കെ കൊടുക്കാനുള്ളതും? തീർച്ചയായിട്ടും ഈ പേഷ്യൻസ് വേണം എല്ലാവർക്കും. പേഷ്യൻസ് മാത്രമല്ല, കുറച്ചുകൂടെ എല്ലാവർക്കും ആ ഒരു ഡെഡിക്കേഷൻ വേണം. നമ്മൾ ചെയ്യുന്ന ആർട്ടിനോട് പൈസ മാത്രമല്ല, അതിനോടൊരു കൂറും നമ്മളത് ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പെർഫെക്ഷൻ കൊണ്ടുവരാനുള്ളൊരു ശ്രമത്തിൽ ആ ഒരു മാനസിക നില എല്ലാവർക്കും വേണം. നമ്മൾ ഇവിടുന്ന് 2 ഡയലോഗ് പറഞ്ഞ് ഇവിടുന്ന് ഓടി അവിടെ ഓടി ഇങ്ങനെ പോകുന്നതുകൊണ്ട് പ്രശ്നമല്ല. പക്ഷെ ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ കറക്റ്റായിട്ട് എന്ത് വേണോ അത് കൊടുക്കാനുള്ള ക്ഷമ എല്ലാവർക്കും വേണം. അതാണ് വൺ ഓഫ് ദി ബെസ്റ്റ്, അല്ലെങ്കിൽ കേരളത്തിനെ മൊത്തം ഇളക്കി മറിച്ച ഒരു മൂവിയാണ് ബാഹുബലി. അപ്പം അതിൽ അനുഷ്കയുടെ വോയിസ് നൽകിയത് ചേച്ചി ഏതെങ്കിലും ഡയലോഗ് ഓർമ്മയുണ്ടോ അതിൽ? ഓർമ്മയുണ്ടോ ചോദിച്ചാൽ അങ്ങനെ ഓർമ്മയില്ല. എന്താണ് സംഭവിച്ചത് ദേവസേന എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നില്ലേ? ഡയലോഗായിട്ടൊന്നും ഓർമ്മയില്ല. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു കാരണം രാജമൗലി സാറിൻ്റെ കൂടെ ഒരു സ്ക്രിപ്റ്റാണ് വർക്ക് ചെയ്യുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എന്നെ വിളിച്ചത് മങ്കുമു സാറാണ്. മങ്കുമു ഗോപാലകൃഷ്ണൻ സാറാണ് അതിൻ്റെ റൈറ്റർ. അപ്പോൾ രാജു മല്യത്ത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹമായിരുന്നു അതിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ. മലയാളത്തിൻ്റെ അദ്ദേഹമായിരുന്നു ഇൻചാർജ്. അപ്പം എനിക്ക് രാജമൗലി സാറിനെ കാണാനൊന്നും ഒരവസരമൊന്നും ഉണ്ടായിട്ടില്ല. ഞാനിവിടുന്ന് രാവിലെ ഒരു 11 മണിയാകുമ്പോഴങ്ങാണ് ഹൈദരാബാദിൽ എത്തുന്നത്. ഒരു 4 മണിയാകുമ്പോഴേക്കും എൻ്റെ വർക്ക് കഴിഞ്ഞു, ഞാനിങ്ങ് പോകുന്നു, അത്രയേ ഉള്ളൂ. അതിലൊക്കെ കുറച്ച് എന്താ പറയാ ഭയങ്കര പച്ച മലയാളമാണ് അതിൽ പറയുന്നത് അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ആ ഡയലോഗ്സ് ഒക്കെ ക്യാപ്ചർ ചെയ്ത്? സാറ് അതിൻ്റെ ഡയലോഗ്സ് നമുക്ക് തരുന്നുണ്ടല്ലോ. അപ്പം അത് ഞാൻ എഴുതിയെടുത്തിട്ട് ഇതിൽ പറഞ്ഞു. ഭയങ്കര ഡയലോഗ്സ് ഒക്കെ എന്താ പറയാ ഭയങ്കര വൈറലായ ഒരു മൂവിയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താ സംഭവിച്ചത് ആ ഒക്കെ ഒരു ഇത്. അപ്പോൾ ചേച്ചിയുടെ വോയിസ് ഒക്കെ ഫുൾ സോഷ്യൽ മീഡിയയിലും ഒക്കെ ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സിനിമ ഹിറ്റ് ആയപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ഫീലിംഗ് എന്താണ്? കാരണം ഹിറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഗ്രോസ് മൂവിയാണ്. അല്ല, എനിക്കത് ഭയങ്കര ഒരു അതിശയം എന്താണെന്ന് വെച്ചാൽ പടം ഹിറ്റാണ്. ഓഫ് കോഴ്സ് അത് മലയാളം തമിഴ് എന്നില്ല അന്നില്ലാതെ ആ ഒരു ജോണർ ഓഫ് ഫിലിം അദ്ദേഹത്തിൻ്റെ പടങ്ങൾക്ക് എന്നും ഒരു ഹൈപ്പ് തന്നെയാണ്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ആലോചിച്ചിട്ടുണ്ട്, ഈ ഒരു ഡബ്ബിങ് ഫിലിം ഇത്രയും ആഘോഷിക്കുന്ന ചാനൽസും ആൾക്കാരും എല്ലാം തന്നെ എന്തുകൊണ്ട് എത്രയോ പടങ്ങൾ അതിനു മുമ്പ് ഹിറ്റ് വന്നിട്ടുണ്ട്. അതിലൊക്കെ നമ്മളും ഡബ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹരികൃഷ്ണൻസ്, നിറം, അനിയത്തിപ്രാവ്, എത്രയോ പടങ്ങൾ സൂപ്പർ ഹിറ്റായിട്ടുണ്ട്. മീശ മാധവൻ, ചോക്ലേറ്റ് ആയിക്കോട്ടെ, ഏത്. പക്ഷെ അന്നൊന്നും ഒരു ആരും ഒരു ചാനലുകാരെ വിളിച്ചിട്ട് പിന്നെ നമ്മളാണോ വോയിസ് കൊടുത്തതെന്നൊന്നും ആർക്കും ഒന്നും അതില്ലായിരുന്നു. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ അന്ന് എന്നെയും ഈ ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പോൾ ഞാനും ചില ചാനൽസിൽ പോയി ഇതിന് ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. എല്ലാവരും ഞങ്ങൾ ഗ്രൂപ്പായിട്ടാണ് പോയത്.
അന്ന് ഞാൻ ആലോചിച്ചിരുന്നു, ഒരു ഡബ്ബിംഗ് ഫിലിമിന് ഇത്രയും ഹൈപ്പ് കിട്ടുന്ന എന്തൊരു ഭാഗ്യമാണ്. ഇതുപോലെ നമ്മൾ സ്ട്രേറ്റ് ഫിലിംസ് ചെയ്ത് എത്ര ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ എത്ര ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ഹൈപ്പ് അതിനൊന്നും കിട്ടിയില്ലല്ലോ എന്ന് വളരെ വിഷമം തോന്നിയിട്ടുണ്ട്. ശാലിനി, മാധു, ചാർമിള, സുനിത, നയൻതാര, കാവ്യ മാധവൻ തുടങ്ങി 125-ലേറെ നായികമാർക്ക് ശബ്ദം നൽകി കഴിഞ്ഞ് 45 വർഷത്തിലധികമായി മലയാള സിനിമയുടെ ഭാഗമായി തുടരുകയാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ശ്രീജ രവി. മലയാളത്തിൽ മാത്രമല്ല തമിഴിലും മികവ് തെളിയിച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ് ശ്രീജ. 1983 പുറത്തിറങ്ങിയ ഭരതൻ സംവിധാനം ചെയ്ത കാറ്റത്തെ കിളിക്കൂടിലൂടെയാണ് ശ്രീജയുടെ ശബ്ദം നായികയുടേതായി വരുന്നത്. കരിയറിന്റെ തുടക്കകാലത്തെ അനുഭവങ്ങൾ നിരവധി തവണ ശ്രീജ പങ്കുവച്ചിട്ടുമുണ്ട്. കാവ്യയ്ക്കാണ് ഏറ്റവും അധികം സിനിമകൾ ഡബ്ബ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ താൻ അഭിനയിച്ചു തുടങ്ങിയപ്പോൾ കാവ്യയുടെ ശബ്ദം വരരുത് എന്ന് പല സംവിധായകരും തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ശ്രീജ പറയുന്നുണ്ട്. മാത്രമല്ല പല നായികമാരും താൻ തന്നെ ഡബ്ബ് ചെയ്യണമെന്ന് തന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ചും ശ്രീജ രവി മനസ്സ് തുറക്കുകയാണ്.